ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഒരു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഷെഫ് പിള്ളയുടെ വൈറലായിട്ടുള്ള ഒരു ഉള്ളി തക്കാളി പച്ചടി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോക്ക് തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് സവോളയാണ്. അപ്പോൾ ഒരു ചെറുതായതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. വലുതൊക്കെ നിങ്ങൾക്ക് ഒന്നെടുക്കുക, പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉള്ളി കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. ഇനി നമുക്കിത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് കൊണ്ടുവരട്ടെ. പിന്നെ കഴുകി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ 2 ഭാഗങ്ങളും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്ത് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് ആ വെള്ള കളർ പോലെ ഉണ്ടാവില്ല, അതൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി നമുക്കിത് കനം കുറഞ്ഞിട്ട് സ്ലൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. കട്ടിയിൽ വേണ്ട, കനം കുറഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, നമ്മൾ ഇതുപോലെ തന്നെ സ്ലൈസായിട്ട് എല്ലാം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 സവോള കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്ത് ആ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലൈസായിട്ട് നമുക്ക് ഉള്ളി കട്ട് ചെയ്തില്ലേ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നീളത്തിലാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചോറിന് വേറെ കറികളൊന്നും ഇല്ലാത്ത ദിവസം അല്ലെങ്കിൽ ടൈമില്ലാത്ത ദിവസങ്ങളൊക്കെ തിരക്കുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഒരു പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വയറ് നിറച്ച് ചോറിന് കേട്ടോ. അപ്പം ഉണ്ടാക്കാൻ എളുപ്പമാണെങ്കിലും അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളത് തക്കാളിക്കറി കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കൊരു ബൗളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയില്ലേ അതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് ഇനി ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയില്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നിനക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്നും നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്യണത്. അപ്പോൾ നമ്മൾ കനം കുറച്ച് അരിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല സോഫ്റ്റായി കിട്ടും. കട്ടിയിൽ അരിയാതെ നൈസായിട്ട് അരിയാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്താലൊന്നും സോഫ്റ്റായി കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ കൈ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം അതുപോലെ സോഫ്റ്റായി കിട്ടുന്നു കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. നമ്മൾ കച്ചമ്പറിലൊക്കെ അരിയില്ലേ, കച്ചമ്പറിന് അതുപോലെ തന്നെ സലാഡിനും ഒക്കെ അരിയുന്ന പോലെ തന്നെ അരിഞ്ഞ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടകളില്ലാതെ തൈര് കട്ട തീർത്തിട്ട് വേണം നല്ല ഒരു ഫോർക്ക് വെച്ച് എന്തായാലും മിക്സ് ചെയ്തിട്ട് നല്ല കട്ടയില്ലാതെ തന്നെ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ എത്ര എടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം കേട്ടോ തൈര് ഒഴിച്ചു കൊടുക്കാൻ. ഒരുപാട് തൈര് പിന്നെ നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല, വെള്ളം ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതോടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു താളിപ്പയിലേക്ക് ഇടണം. അതിനായിട്ട് പാൻ വെച്ച് പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടിയതിനു ശേഷം നമ്മളിതാ ഒരു 4-5 ചുവന്നുള്ളി അത് ഇതുപോലെ നമ്മൾ കറിക്കൊക്കെ മൂപ്പിച്ചിട്ടില്ല അതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എണ്ണയായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അത് മൂത്ത് വരുന്നൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഉള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു 2-3 ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ഉണക്കമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നുള്ള് കായപ്പൊടിയാണ് കേട്ടോ. കായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് മിക്സ് ചെയ്ത് ഈ കൂട്ടില്ലേ നമ്മൾ ഇത് മൂപ്പിക്കുന്ന സമയത്തൊക്കെ ഫ്ലെയിം എല്ലാം കുറച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഇനി നമുക്ക് ആ ഉള്ളി ഇതൊക്കെ മൂപ്പിച്ചത് നമ്മൾ ഉണ്ടാക്കി വെച്ച പച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി തക്കാളി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്നെസ്സിൽ മതി, ഒരുപാട് ലൂസൊന്നും ആക്കാൻ പാടില്ല, അതുപോലെ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കച്ചമ്പറിനൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ, പക്ഷേ അല്ല നമ്മൾ ഉള്ളിയൊക്കെ മൂപ്പിച്ചിടുമ്പോൾ അത് വേറൊരു ടേസ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ ബിരിയാണിയുടെ കൂടെ ഒക്കെ നിങ്ങൾക്ക് ഇത് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. വേറെ കറികൾ വേണമെന്നില്ല, വേറെ കറികൾ ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ സൈഡായിട്ട് നമുക്കത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.